കാനഡയിലേക്ക് പഠിക്കാനായി വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേൾക്കേണ്ടി വരുന്നത് അത്ര ശുഭകരമായ വാർത്തകളായിരുന്നില്ല. സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു, നിയന്ത്രണങ്ങൾ വരുന്നു എന്നിങ്ങനെ പല വിധത്തിലുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ കാനഡയുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റായ IRCC ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 2025-26 വർഷങ്ങളിലേക്കുള്ള പുതിയ നയങ്ങൾ വ്യക്തമാക്കുമ്പോൾ അതിൽ വലിയൊരു പ്രതീക്ഷയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. അത് മറ്റാർക്കുമല്ല, ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡയെ ലക്ഷ്യം വയ്ക്കുന്ന മാസ്റ്റേഴ്സ് PhD വിദ്യാർത്ഥികൾക്കാണ്. കാനഡയിലെ ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി നമുക്കിന്ന് വിശദമായി തന്നെ സംസാരിക്കാം. കാനഡ ലളിതമായ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്ന കുറച്ചു വർഷങ്ങൾ കാനഡയെ സംബന്ധിച്ച് ക്വാളിറ്റി വിദ്യാർത്ഥികളുടെ കാലമായിരിക്കും. 2025 കാനഡ അനുവദിക്കുന്ന ആകെ സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം 4,37,000 നിജപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് 2024 10% കുറവാണ്. കാനഡയിലെ ഭവന പ്രതിസന്ധിയും ജീവിത ചെലവ് വർദ്ധിച്ചതും കാരണമാണ് ഈ നിയന്ത്രണം. എന്നാൽ ഇനി പറയുന്നതാണ് ഇതിലെ ഹൈലൈറ്റ്. ഈ ക്യാപ്പിംഗ് മാസ്റ്റേഴ്സ് PhD വിദ്യാർത്ഥികൾക്ക് ബാധകമല്ല. അതായത് ഈ നിശ്ചിത എണ്ണത്തിന് പുറമേ ആയിരിക്കും ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ അപേക്ഷകൾ പരിഗണിക്കുക. കാനഡ വിസ നടപടികൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു PAL അഥവാ പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ. ഒരു കോളേജിൽ സീറ്റ് കിട്ടിയാൽ മാത്രം പോരാ, ആ പ്രവിശ്യയിലെ ഗവൺമെന്റ് നിങ്ങൾക്ക് കാനഡയിലേക്ക് വരാൻ അനുമതി നൽകണം. ഇതിനായി ആഴ്ചകളോളം കാത്തിരിക്കണമായിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മാസ്റ്റേഴ്സ് PhD വിദ്യാർത്ഥികൾക്ക് ഈ PAL ഇനി ആവശ്യമില്ല. അതായത് നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയാൽ നേരിട്ട് സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കാം. പ്രവിശ്യകളുടെ പ്രത്യേക അനുമതിക്കായി കാത്തു നിൽക്കേണ്ടതില്ല എന്നത് അപേക്ഷ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും. 2026 വരെ ഈ ഇളവ് തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തുകൊണ്ടാണ് കാനഡ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിൻ്റെ ഉത്തരം കാനഡയുടെ സാമ്പത്തിക സ്ഥിതിയിലാണ്. വെറും 2 വർഷത്തെ ഡിപ്ലോമകൾ പഠിച്ച് സാധാരണ ജോലികളിൽ പ്രവേശിക്കുന്നവരേക്കാൾ കാനഡയുടെ ഇന്നത്തെ സാഹചര്യം ആവശ്യപ്പെടുന്നത് വിദഗ്ധരായ ഗവേഷകരെയും പ്രൊഫഷണലുകളെയുമാണ്. ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, ടെക്നോളജി എന്നീ മേഖലകളിൽ വലിയ തൊഴിൽ ക്ഷാമം നേരിടുന്നുണ്ട്. ഈ വിടവ് നികത്താൻ ഏറ്റവും അനുയോജ്യം മാസ്റ്റേഴ്സ് PhD കഴിഞ്ഞവരാണെന്ന് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് 2025 ആകെ സ്റ്റഡി പെർമിറ്റുകളിൽ ഏകദേശം 12% ഇത്തരം ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡ നീക്കിവെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യമാണ് പഠനം കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റുമോ എന്നത്. ഇവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് ഉള്ളത്. ഇനി മുതൽ എല്ലാ കോഴ്സുകൾക്കും കാനഡ വർക്ക് പെർമിറ്റ് നൽകില്ല. ബാച്ചിലർ ബിരുദത്തിന് താഴെയുള്ള കോഴ്സുകൾ, അതായത് ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ അവർ കാനഡ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷോർട്ടേജ് ഒക്യുപ്പേഷണൽ ലിസ്റ്റിലുള്ള വിഷയങ്ങൾ തന്നെ പഠിച്ചിരിക്കണം. എന്നാൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ഭീഷണിയില്ല. നിങ്ങൾ ഏത് വിഷയത്തിൽ മാസ്റ്റേഴ്സ് എടുത്താലും നിങ്ങൾക്ക് 3 വർഷം വരെയുള്ള PGWP ലഭിക്കും. ഇത് കാനഡയിൽ സ്ഥിരതാമസമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു പ്ലസ് പോയിന്റാണ്. ഭാവിയിൽ PR പോയിന്റുകൾ കണക്കാക്കുമ്പോൾ മാസ്റ്റേഴ്സ് ബിരുദത്തിന് ലഭിക്കുന്ന അധിക മാർക്കും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും. കുടുംബസമേതം കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാർത്ത വലിയ ആശ്വാസമാണ്. പുതിയ നിയമപ്രകാരം ഡിപ്ലോമ പഠിക്കാൻ വരുന്നവരുടെ പങ്കാളികൾക്ക് കാനഡ ഇനി വർക്ക് പെർമിറ്റ് നൽകില്ല. എന്നാൽ നിങ്ങൾ മാസ്റ്റേഴ്സിനോ PhDക്കോ ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ പങ്കാളികൾക്ക് കാനഡയിൽ ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് തുടർന്ന് ലഭിക്കുന്നതാണ്. ചുരുക്കത്തിൽ കാനഡ ഇപ്പോൾ പറയുന്നത് ഇതാണ്: നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, കാനഡയുടെ വളർച്ചയിൽ പങ്കാളിയാകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും കൂടെ കൂട്ടാം. ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്നാണ്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. യൂണിവേഴ്സിറ്റികൾ മാത്രം നോക്കുക. ചെറിയ കോളേജുകളിലെ PG ഡിപ്ലോമകൾക്ക് പകരം പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. 2. ഫണ്ട് തയ്യാറാക്കി വെക്കുക. ലിവിംഗ് എക്സ്പെൻസ് വർദ്ധിച്ച സാഹചര്യത്തിൽ സാമ്പത്തികമായ കൃത്യത അനിവാര്യമാണ്. 3. ഭാഷാ പ്രാവീണ്യം. IELTS സ്കോർ കുറഞ്ഞാൽ വിസ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാസ്റ്റേഴ്സിന് മിനിമം 6.5 എങ്കിലും സ്കോർ ഉറപ്പാക്കുക. കാനഡയിലേക്കുള്ള വഴി അടഞ്ഞു എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ പുതിയ നയങ്ങൾ. കാനഡ വിസ നൽകുന്നുണ്ട്, പക്ഷെ അത് ശരിയായ യോഗ്യതയുള്ളവർക്ക് മാത്രമാണെന്ന് മാത്രം. 2025-2026 വർഷങ്ങൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് സുവർണ വർഷങ്ങളായിരിക്കും. അനാവശ്യമായ ഏജന്റുകളുടെ വാക്കുകളിൽ വീഴാതെ കൃത്യമായി റിസർച്ച് ചെയ്ത് നിങ്ങളുടെ കാനഡ സ്വപ്നം സാക്ഷാത്കരിക്കുക. കാനഡയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളും ഇമിഗ്രേഷൻ വാർത്തകളുമായി ഈ ചാനലിൽ വീണ്ടും വീഡിയോകൾ എത്തും. ഈ വിവരങ്ങൾ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.